ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന അങ്ങേയറ്റം ആശയപരമായി ഒരുപാട് ആഴങ്ങളുള്ള ഒരു വിഷയത്തെ ഈ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ചില ആളുകളെങ്കിലും കണ്ടിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പെൺകുട്ടി പാൻറ് ധരിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് പറയുന്ന വളരെ ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ അല്പവസ്ത്രം, അതുപോലെ തന്നെ കൂടിച്ചേരൽ എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് പദങ്ങളിൽ കുരുങ്ങി നിൽക്കുന്നുണ്ടല്ലോ. ഇതുപോലെ അന്ന് പാൻറ്റിലായിരുന്നു കുടുങ്ങിയിരുന്നത്. അന്നത്തെ ചാനൽ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ പാൻറ് ധരിക്കാൻ പറ്റുമോ ഇല്ലേ, പെണ്ണ് പാൻറ് ധരിച്ചാൽ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോ ഇല്ലേ, അതുപോലെ തന്നെ പാൻറ്റിൻ്റെ ചരിത്രപരമായ ഉത്ഭവം എവിടെയാണ്, ഇങ്ങനെയുള്ള വളരെ കൂലങ്കശമായ ഗൗരവത്തിലാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് തമാശ. ഇങ്ങനെ ആ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന വളരെയധികം സാംസ്കാരികമായും സാമൂഹികമായും വലിയ രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങളുള്ള ഒരു വിഷയത്തെ കേവലം ഒരു പെൺകുട്ടി പാൻറ് ധരിക്കണോ അല്ലെങ്കിൽ പാവാട ധരിക്കണോ എന്ന വിഷയത്തിലാണ് അത് ചുരുക്കി കെട്ടിയത്. അന്ന് തന്നെ നമ്മളത് പറഞ്ഞു. ആ വിയോജിപ്പ് പറയുന്ന ഭാഗം നിങ്ങൾ കേട്ടോളൂ. ഇവിടെ ഈ ഒരു ചർച്ചയിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഈ ചർച്ചയിൽ പലപ്പോഴും ആ ഒരു ചർച്ച കെട്ടിക്കിടക്കുന്നത് പാൻസ് ധരിക്കുക അല്ലെങ്കിൽ കംഫേർട്ട് ഉള്ള ഒരു ഡ്രസ്സ് ധരിക്കുക, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്നുള്ള അവിടെ കുരുങ്ങിക്കിടക്കുകയാണ് പലപ്പോഴും ഈ ചർച്ച. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ അടിസ്ഥാന വിഷയം അതല്ല എന്നുള്ളതാണ്. പാൻസ് കംഫേർട്ടാണോ അല്ലെങ്കിൽ കംഫർട്ടബിൾ ഡ്രസ്സ് ധരിക്കാൻ ആരെങ്കിലും അനുവദിച്ചോ ഇല്ലേ എന്നുള്ളതല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കംഫർട്ടബിൾ യൂണിഫോം എന്നുള്ള ഒരു പദം മതിയായിരുന്നല്ലോ. കംഫർട്ടബിൾ ആയിട്ടുള്ള യൂണിഫോം, എല്ലാവർക്കും പറ്റുന്ന രൂപത്തിലുള്ള ഒരു യൂണിഫോം ധരിക്കുക എന്ന വിഷയമായിരിക്കുമല്ലോ വരിക. അല്ല, അതിനപ്പുറത്ത് ഇവിടെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം. അപ്പോൾ എല്ലാവർക്കും കംഫർട്ടബിളായ വസ്ത്രം ധരിക്കുക എന്നാണെങ്കിൽ കംഫർട്ടബിൾ യൂണിഫോം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. പക്ഷേ ഇത് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നാണ് പറഞ്ഞത്, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്നാണ് പറഞ്ഞത് എന്ന്. അതിനുശേഷം അത്രയും കാലം നടന്ന ചർച്ച മൊത്തം ഈ പാൻറ്റിൽ കുടുങ്ങിക്കിടക്കായിരുന്നു. അതിനുശേഷം നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടി വന്നു. ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, അല്ലെങ്കിൽ ഇവിടെയുള്ള പൊതുസമൂഹത്തെയോ പൊതുബോധത്തെയോ ആ നിലക്കൊരു പ്രതിസ്ഥാനത്ത് നിർത്തി സംസാരിക്കുകയല്ല. പക്ഷേ പലപ്പോഴും നമ്മുടെ ചർച്ചകൾ ഇങ്ങനെ തൊലിപ്പുറത്ത് അവസാനിക്കുകയാണ്.